ഹലോ എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് പ്രേതങ്ങളുടെ കൂട്ടുന്ന സിനിമയിലെ ക്രൂ ആണ്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയാണ്. അപ്പം അതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഇത് എൻ്റെ അടുത്തിരിക്കുന്നത് സംവിധായകനാണ്. അദ്ദേഹം തന്നെയാണ് തിരക്കഥ എഴുതിയതും സംഭാഷണമൊക്കെ എഴുതിയതും. അദ്ദേഹത്തിൻ്റെ പേര് സുധീർ സാലി എന്നാണ്. നല്ലൊരു ആർട്ട് ഡയറക്ടറാണ്, ഫോട്ടോഗ്രാഫറാണ്. അങ്ങനെ ഒരുപാട് അത് അദ്ദേഹം വിവരിക്കും. ഇടത് ഭാഗത്തിരിക്കുന്നത് DOP ആണ്, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫിയാണ്. ടോൺസ് എന്നാണ് പേര്. അദ്ദേഹം ഒരുപാട് സിനിമകളിലും അഡ്വർടൈസ്മെൻറ്റിലുമൊക്കെ ഫോട്ടോഗ്രാഫി നിർവഹിച്ചിട്ടുള്ള വളരെ മിതത്വം പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ മെയിൻ എഡിറ്റർ. അദ്ദേഹം കോഴിക്കോട് നിന്നാണ്. ആമിൻ സ്റ്റുഡിയോയുടെ ഡയറക്ടർ കൂടിയായ ഹരി ജി നായരാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആളുകൾ. ഓക്കെ. അപ്പോൾ നമ്മുടെ സിനിമ സാറിൻ്റെ പേര് പറഞ്ഞത് ശരിയാണ്. എൻ്റെ പേര് ജോർജ് ക്ലിയാറ എന്നാണ്. ഞാനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ നമ്മുടെ സിനിമയെ പറ്റി കൂടുതൽ പറയാമോ? ഈ പ്രേതങ്ങളുടെ കൂട്ടം ശരിക്കും എന്താണ് ഈ പ്രേതങ്ങളുടെ കൂട്ടം? അത് അതിൻ്റെ സൃഷ്ടി നടത്തിയ ആളുടെ അടുത്ത് തന്നെ പറയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈശ്വര എന്താ പറഞ്ഞ കേട്ടില്ല. നമ്മുടെ ഈ പ്രേതങ്ങളുടെ കൂട്ടം എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ തന്നെ ഭയങ്കര നിഗൂഢകരമായ ഒരു ടൈറ്റിൽ. അപ്പോൾ എന്താണ് ശരിക്കും ഈ പ്രേതങ്ങളുടെ കൂട്ടം? അതെ, ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ കുറേ കൂട്ടുകാരെ അഭിനയ ചാൻസ് ചോദിച്ചു വന്നു. മിക്കവരും പറഞ്ഞു ഞാൻ വില്ലനായിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു. അതായത് നായകനായിട്ട് അവരെ പറ്റൂലെന്ന് അവർ തന്നെ പറഞ്ഞിട്ട് വില്ലനായിട്ട് അഭിനയിക്കാന്നാണ്. പിന്നെ ആൾക്കാർ പറഞ്ഞു ഞാൻ പ്രേതമായിട്ട് അഭിനയിക്കാന്നാണ്. അപ്പോൾ അധികം വേറെ ഇതൊന്നുമില്ല, വെറുതെ വെച്ചെടുത്താൽ മതിയല്ല. അങ്ങനെ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത് പ്രേതമായിട്ട് അഭിനയിക്കാൻ തയ്യാറാണെന്ന് പറയണം. അപ്പോൾ ഞാൻ എന്നാൽ അതേപോലത്തെ ഒരു കഥ വെച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു 13 പേരും പ്രേതം തന്നെയാണ്. പല വഴിയിലൂടെയും പ്രേതമായിട്ട് പിന്നുണ്ട്. അതുകൊണ്ട് ഇതിന് പറ്റിയ പേരാണ് പ്രേതങ്ങളുടെ കൂട്ടം. പിന്നെ നിങ്ങൾ കണ്ടു നോക്കിയാൽ അത് എത്രത്തോളം അതായെന്ന് അറിയാൻ പറ്റുള്ളേ. ശരിക്കും ഈ സിനിമയുടെ ഒരു ജോണർ അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലാണ് ഈ സിനിമ നമുക്ക് പറയാം? ഇത് ബ്ലാക്ക് ഹൊറർ കോമഡി അല്ലേ? ഹൊറർ കോമഡി എന്നതില്ല. പൊതുവെ നമ്മൾ പറയില്ലേ, ഹൊററും ആണെങ്കിലും കോമഡി ആണെങ്കിലും ഭയങ്കരമായിട്ട് കുറച്ച് ഉള്ളൊരു 2 ജോണറാണ്. ഈ ഒരു വർക്കൗട്ട് ആവാൻ നല്ല പാടുള്ള. അപ്പൊ എങ്ങനെയാണ് ഈ ഇത് ഡയലോഗ്സ് ഒക്കെ? ഞാനേ കുറെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യാനുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് കൂട്ടിക്കൊച്ച് നോക്കിയപ്പോൾ ഇതൊരു തീം കിട്ടി. നമ്മുടെ എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളായതുകൊണ്ട് നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റിയത്. ഈ ജോർജ് സാർ എങ്ങനെയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന ഇതിലേക്ക് വന്നത്? ഈ MK അർജുനൻ മാസ്റ്ററിൻ്റെ ഒരു സഹായിയായിരുന്നു ഞാൻ ഒരു 25-30 വർഷത്തോളം. എൻ്റെ ജോലി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സിംഗറല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പാട്ടോട് ഭയങ്കര ഇഷ്ടം ചെറുപ്പം മുതൽ. അപ്പോൾ മാസ്റ്റർ എന്നെയാണ് എല്ലായിടത്തും കൊണ്ടുപോകണത്. എല്ലാ പരിപാടികളുണ്ടെങ്കിലും അതിൻ്റെ തീമൊക്കെ എഴുതി കൊടുക്കലും പ്രസംഗം എഴുതി കൊടുക്കലും ഒക്കെ നമ്മുടെ പണിയായി. അപ്പം മാഷിന് ഒരു ഡോക്യുമെൻ്ററി മാഷിൻ്റെ ഉണ്ടാക്കണമെന്നുള്ളൊരാഗ്രഹം എനിക്ക് തോന്നുന്ന ഒരു 5 വർഷം മുമ്പ് അത് തുടങ്ങിയതാണ് എൻ്റെ വർക്ക്. അപ്പോൾ ഇതിന് ഫൈനാൻസായിട്ട് ഡോക്യുമെൻ്ററി ആണെങ്കിൽ പോലും അർജുന മാഷിനെ പോലെയുള്ള ഒരാളുടെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈസിയല്ല. അദ്ദേഹത്തിന് സംഗീത ലോകത്തെ അല്ലെങ്കിൽ സിനിമാ ലോകത്തെ ഒരുപാട് ആളുകളുമായിട്ട് പരിചയം. അപ്പോൾ സാമ്പത്തിക പ്രശ്നം വന്നപ്പോൾ ട്രിവാൻഡ്രം മ്യൂസിക് ക്ലബ്ബുമായിട്ട് ഇത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ തന്നെ അതെല്ലാം ചെയ്തേക്കാം, ജോർജ് ചേട്ടൻ അതിൻ്റെ ഒരു എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. 2 വർഷം എടുത്തു അതൊന്ന് പൂർത്തീകരിക്കും. അത് വലിയൊരു വിജയമായിരുന്നു. 55 മിനിറ്റുള്ള ഒരു ഡോക്യുമെൻ്ററി. മാഷിനെ പറ്റി ആരും ഉണ്ടാക്കിയിട്ടില്ല. ഡോക്യുമെൻ്ററി മാത്രമല്ല, അദ്ദേഹം വളരെ സാത്വികനായ മനുഷ്യനായിരുന്നു. ആരോടും പഴക്കില്ല, പ്രശസ്തിക്ക് വേണ്ടി നടക്കാറില്ല, അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ 55 മിനിറ്റുള്ള ഡോക്യുമെൻ്ററി എടുത്തിട്ട് തിരുവനന്തപുരം കലാഭവനിൽ വെച്ചിട്ടാണ് അതിൻ്റെ റിലീസ് ചെയ്തത്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണ് അത് റിലീസ് ചെയ്തത്. ഒരു നിറഞ്ഞ സദസ്സിലായിരുന്നു. അപ്പോൾ അതിൻ്റെ
ഏറ്റവും വലിയൊരു കാര്യം അതായിരുന്നു. എൻ്റെ കാര്യമൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ മരണത്തിന് എല്ലാ ചാനലുകാർക്കും എനിക്കത് കൊടുക്കാൻ പറ്റി. അത് കാരണം കോവിഡിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണം. അതൊരു ഭാഗ്യം. അത് കഴിഞ്ഞിട്ട് ഈ ടെലിഫോണിൻ്റെ ദുരുപയോഗത്തെപ്പറ്റി കുട്ടികളിലും യുവാക്കളിലും ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ഷോർട്ട് ഫിലിമുണ്ട് ചെയ്തു. അത് ഗന്ധർവയാത്ര എന്ന് പറയും. അത് പ്രദീപ് നാരായണൻ എന്ന് പറയുന്ന ഒരു നല്ലൊരു ഡയറക്ടറാണ്. അദ്ദേഹം ഗുരുവായൂരുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായി ചെയ്തതാണ്. അതിപ്പോൾ സാമൂഹ്യ ക്ഷേമ വകുപ്പ് അത് എടുത്തു. എന്നിട്ട് അതിപ്പോൾ ഒരു 2 വർഷമായി. അവർ അത് സ്കൂളുകളിലും മറ്റ് ലൈബ്രറികളിലൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതെനിക്ക് സംതൃപ്തിയുള്ളു. അതോടുകൂടി ഞാൻ എൻ്റെ ആ ചാപ്റ്റർ നിർത്തിയതാണ്. അപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് നിക്സൺ സൂര്യൻ, പ്രധാന നടൻ. അദ്ദേഹം പറഞ്ഞു അവർ ഷോർട്ട് ഫിലിമൊക്കെ പലത് കഴിഞ്ഞു, എനിക്ക് ഞങ്ങൾ വലിയൊരു സിനിമയിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, നല്ല കാര്യം, നിങ്ങൾ നടക്കട്ടെ. പക്ഷേ അവർ തുടർച്ചയായിട്ട് എന്നോട് പറഞ്ഞു അതിനൊരു പൂർത്തീകരണം വേണം, അല്ലെങ്കിൽ അതാരെങ്കിലും ഒരാൾ സ്റ്റെപ്പിൻ ചെയ്താൽ മാത്രമേ അതിന് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വിമുഖത കാണിച്ചാണ്. കാരണം ഞാനൊരു ചെറിയ കരാറുകാരനൊക്കെ ആയിട്ട് നടക്കുന്ന നേവിയുടെ ഒരു ചെറിയ കരാറുകാരനാണ്. അപ്പം ഈ നമ്മുടെ പണി ഇതല്ല. അങ്ങനെ നടക്കുമ്പോഴാണ് പിന്നെ ഇവരുടെ സമ്മർദ്ദം കൊണ്ട് ഞാൻ വിചാരിച്ചു കലയെ മാത്രം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സിനിമയെ മാത്രം ധ്യാനിച്ച് നടക്കുന്ന ഇവരെ ഈ കൈ പൊക്കി അല്ലെങ്കിൽ കൈയൊന്നും ഉയർത്തി അവരെ ഒന്ന് സഹായിക്കാനായിട്ട് ആരുമില്ല. ഞാൻ വിചാരിച്ചു നല്ലതാണ്, തുടങ്ങാം എന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങി പയ്യെ സ്റ്റെപ്പായി ഒരുപാട് ദുർഘടങ്ങളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ക്രൂവിൻ്റെ സാന്നിധ്യം അവരുടെ ഞാൻ പല കാര്യങ്ങളിലും ഒരുപാട് വറിയെടുത്തിട്ടില്ല. കാരണം അതിൻ്റെ സംവിധായകൻ അതിന് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ചിലവ് ചുരുക്കാനുള്ള പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അവരുടെ ഒരു പാഷൻ അതാണ്, സിനിമ അത് വിജയിപ്പിക്കണം എന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചു നല്ല കാര്യം, ഒരു നല്ല ഡയറക്ടർ ഉണ്ടാവുക, കുറേ നല്ല നടന്മാരുണ്ടാവുക, അങ്ങനെയാണ് ഇതിനകത്തേക്ക് തുടങ്ങുന്നത്.